നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും ശിവദാസ് അയാളുടെ തിരക്കഴിഞ്ഞെത്തട്ടെ. നമുക്ക് കാത്തിരിക്കാനേ പറ്റൂ. SP പ്രത്യേകമായിട്ട് വല്ല നിർദ്ദേശവും മുത്തശ്ശന് തരുകയുണ്ടായോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നിർദ്ദേശങ്ങളൊക്കെ ആ CIക്കാണ് കൊടുത്തത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ അത്? അന്ന് രാത്രി നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് നടന്ന സംഭവങ്ങളുടെ ഒരു വീഡിയോ ക്ലിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ടത്രേ. അത് നുണയാ. അങ്ങനൊരു വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ അത് വ്യാജമായിരിക്കും. മുത്തച്ഛനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴത്തെ അന്വേഷകരിൽ നിന്ന് ഇതിലപ്പുറവും പ്രതീക്ഷിക്കണം. വീഡിയോ വ്യാജനാണോ ഒറിജിനലാണോ എന്നറിയാൻ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. മുത്തശ്ശ, ആ വീഡിയോ ഒറിജിനലാന്ന് തെളിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. നമുക്കെതിരായ ശക്തമായ തെളിവായി അത് മാറും. രാത്രി നേരത്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് നടന്ന സംഭവം ആരെങ്കിലും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ ആരൊക്കെയോ മുൻകൂട്ടി തയ്യാറാക്കി നടപ്പിലാക്കിയതാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ അവരാരൊക്കെ? അതേതായാലും പോലീസിനെ കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. ശരിയാ മുത്തശ്ശ. മുത്തശ്ശൻ എത്ര പെട്ടെന്നാ ആ കുരുക്കഴിച്ചത്. മുത്തശ്ശനൊരു ഡിറ്റക്റ്റീവ് ആവേണ്ട ആളായിരുന്നു. അതല്ല മോളെ, സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പോലീസ് വീഡിയോ ക്ലിപ്പുമായിട്ട് വന്നാൽ അത് നമുക്ക് പ്രയോജനപ്പെടും. വരട്ടെ, നമുക്ക് നോക്കാം. SP എന്നെ നിർത്തി പൊരിക്കായിരുന്നു. എന്റെ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടാണ് കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നെന്ന SP ബ്ലെയിം ചെയ്യുന്നത്. ഞാൻ തനിയല്ലല്ലോ അന്വേഷണം നടത്തുന്നത്. കേസ് അന്വേഷണം നേരായ വഴിക്ക് പോകണമെങ്കിൽ എന്റെ ക്രൂവും ഞാൻ നയിക്കുന്ന വഴിയിലൂടെ എന്നോടൊപ്പം നീങ്ങണം. ഇവിടെ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല പോകുന്നതെന്ന് എനിക്ക് SP ബോധ്യപ്പെടുത്താനും കഴിയുന്നില്ല. എന്തൊരു ഗതികേടാണിത്. സർ, എന്റെ അറിവിലും വിശ്വാസത്തിലും ഞാൻ സാറിന് അകമഴിഞ്ഞ് പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ സാർ എന്നെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ വിഷമം. വിശ്വാസം സ്വയമേ ഉണ്ടാവുന്നതാണ്. അത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. സാറിന്റെ ഏതെങ്കിലും ഓർഡർ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അത് സാറിന് അറിയാവുന്നതല്ലേ? അറിയാം. ഞാൻ ഓർഡർ ഇടാത്ത കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം സാറിന്റെ തെറ്റിദ്ധാരണയാണ്. വിവേക് മർഡർ കേസിന്റെ ഇതുവരെയുള്ള പോക്ക് ശരിയായ രീതിക്ക് തന്നെയാണ് പോകുന്നതെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ലാന്ന് സാറിന് തോന്നുന്നുണ്ടോ? ശുഷ്കമായ തെളിവുകൾ വെച്ച് നമ്മൾ ഒരാൾ അകത്താക്കിയിട്ടുണ്ട്. സങ്കീർണമായ ആ കുറ്റകൃത്യത്തില് 2-ലേറെ പേർ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഇത് സംബന്ധിച്ച എല്ലാ ഡിസ്കഷനിലും ഡിപ്പാർട്ട്മെന്റിനും വ്യക്തമായിട്ടുണ്ട്. ആ മറഞ്ഞിരിക്കുന്ന പ്രതികളിലേക്ക് എത്താൻ അന്വേഷണത്തിന് ഇതുവരെ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് SP ചോദിക്കുന്നത്. അപ്പൊ പിന്നിൽ നിന്ന് ആരോ കളിക്കുന്നുണ്ട്. പോലീസിന് മുന്നിൽ അവരൊരു മതിൽ കെട്ടിയിരിക്കുന്നു. അവരെ പിന്തുണയ്ക്കാൻ ചില ഓഫീസർമാരും ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഞാൻ ആരെയും പിന്തുണയ്ക്കുന്നില്ല. താൻ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. യഥാർത്ഥ പ്രതി നന്ദിത അല്ല എന്നൊരു ധാരണ മേലുദ്യോഗസ്ഥന്മാരിൽ പലർക്കും ഉണ്ട്. ഈ കേസിൽ നന്ദിത ഒരു പ്രതിയാണോന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംശയിക്കുന്നതിന് ഒരു സംഗതിയില്ല. അവർ തന്നെയാണ് പ്രതി. അവനെ കുത്തിവീഴ്ത്തിയത് താനാണെന്ന് അവർ ആദ്യമേ തന്നെ സറണ്ടർ ചെയ്ത് സമ്മതിച്ചിട്ടുണ്ട്. ശരി, എത്ര കുത്തുകുത്തി? എത്ര കുത്തുകുത്തിയെന്ന് അവർക്ക് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. അല്ല, ആ കത്തി കൊണ്ട് ഒറ്റ കുത്ത് മതിയല്ലോ ഒരാൾക്ക് മരിക്കാൻ. അപ്പോ കത്തി കൊണ്ടുള്ള അവരുടെ ഒറ്റ കുത്തിന് വിവേക് മരിച്ചു അല്ലേ? അതെ സർ, FIRലും അത് തന്നെയാണല്ലോ. വിവേകിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ ഡീറ്റെയിൽഡ് ലാബ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിവേകിന്റെ മരണം കത്തി കൊണ്ടുള്ള കുത്തേറ്റിട്ടല്ല എന്ന്. കുത്തേറ്റു എന്ന് പറയുന്ന സമയവും മരണസമയവും തമ്മിൽ
വളരെയേറെ വ്യത്യാസമുണ്ട്. മരണകാരണം തീ പൊള്ളലേറ്റിട്ടുള്ളതാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അല്പം ഒന്ന് ചിന്തിച്ചിട്ട് പറ, നന്ദിത ഈ കേസിൽ പ്രതിയാണോന്ന്. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. അതെന്താ ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ടിന് വിശ്വാസക്കുറവ്? ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ച് റിപ്പോർട്ട് തിരുത്തിക്കാമല്ലോ. ഓ, അങ്ങനെയാണ് തന്റെ ചിന്ത പോകുന്നത്. പ്രതി ഫോറൻസിക്കിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സത്യസന്ധമായ കേസന്വേഷണത്തിലേക്ക് തന്നെയാണോ തന്റെ കൂറ്? അതിന് യാതൊരു സംശയമില്ല സർ. നന്ദിത പ്രതിയല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ശക്തമായ നടപടി ഉണ്ടാവും. തൊപ്പിത്തെറിക്കുമെന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട. എനിക്കത് പ്രശ്നമല്ല, ഞാൻ വേറെ പണി നോക്കി പോവും. തന്റെ കാര്യം ഓർക്കുമ്പോഴാ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല സർ. തന്റെ വിശ്വാസം രക്ഷിക്കുമെന്ന് നോക്കാം. എന്തായാലും ഈ കേസിന്റെ സത്യാവസ്ഥ സത്യസന്ധമായി ഞാൻ കണ്ടുപിടിക്കും. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ആരും എന്നിൽ നിന്ന് ഒരു ദയവും പ്രതീക്ഷിക്കുകയും വേണ്ട. നന്ദിതയുടെ വീടും പരിസരവും ബോഡി കിടന്നിരുന്ന സ്ഥലവും കൂലങ്കഷമായി പരിശോധിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. കൃഷ്ണ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. എനിക്കറിയാം, നീ എന്റെ കൂടെ പോകുന്നതിൽ പിന്നെ എന്റെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങള് യഥാസമയം നീ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. എന്റെ കൃഷ്ണ, നീ എന്താ ഇങ്ങനെ? ഒരു ഭാഗത്തുകൂടി വലിയ ദുരന്തങ്ങൾ തരും, മറുഭാഗത്തുകൂടി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഇത് ശരിയല്ല കേട്ടോ. രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യെങ്കിലും വേണം. ശരിയല്ല ഞാൻ പറഞ്ഞത്? പണ്ടേ നീ കുസൃതിക്കാരനാണല്ലോ. ഇവിടെ സംഭവിക്കുന്നതെല്ലാം നിന്റെ കുസൃതികളാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഒരു മഞ്ഞുമല ഉരുകി തുടങ്ങി കൃഷ്ണ. ഗോവർദ്ധന പർവ്വതം ചെറുവിരലിൽ ഉയർത്തി കുടയായി പിടിച്ച് കോപസ്ത്രീകളെ മുഴുവൻ പേമാരിയിൽ നിന്ന് രക്ഷിച്ച ആളല്ലേ. എന്റെ മുൻപിലെ മഞ്ഞുമല മുഴുവൻ ഉരുകിപ്പോകാൻ നീ ഒരാള് വിചാരിച്ചാ മതി. വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ കൃഷ്ണ. നന്ദനിലിപ്പോ വലിയ മാറ്റമുണ്ട്. ദുർവാസാവിനെ പോലെ പെരുമാറിയിരുന്ന ആളാ ഇപ്പൊ ദുഷ്യന്തനെ പോലെ ആയി എന്നോട്. പിന്നെ മുത്തശ്ശിക്ക് അസുഖം വരുത്തി ആശുപത്രിയിലാക്കിയത് നീയാണെന്ന് എനിക്കറിയാം. ഞങ്ങൾക്കിടയിലെ മഞ്ഞുരുക്കാനായിരുന്നില്ലേ അത്? എന്നാലും കൃഷ്ണ, മുത്തശ്ശിയെ വേഗം സുഖപ്പെടുത്തി ഡിസ്ചാർജ് ചെയ്ത് വിടണം കേട്ടോ.